നമസ്കാരം, പി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 42 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 42 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഗവർണർ ജനറൽമാരെ പറ്റിയിട്ടാണ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഗവർണർ ജനറൽമാരെ പറ്റിയിട്ട് 1756 മുതൽ 1856 വരെയുള്ള 100 വർഷം ഇന്ത്യ ഭരിച്ചിരുന്ന ഗവർണർ ജനറൽമാരെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1856 ശേഷം വരുന്നവരെല്ലാം വൈസ്രോയിമാരാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ജനറൽമാർ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കും. അതിനുശേഷം നമുക്ക് വൈസ്രോയിമാരെ പറ്റി പഠിക്കാം. അപ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളെ, ഗവർണർ ജനറൽമാരെ പറ്റി പഠിക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റോബർട്ട് ക്ലൈവിനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയാ സുഹൃത്തുക്കളെ? റോബർട്ട് ക്ലൈവിനെ പറ്റിയിട്ടാണ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. 1765 ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, പഠിച്ചോളണേ. 1765 ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിത്വം ാണ് അതും റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നും നവാബ് മേക്കർ എന്നും അറിയപ്പെടുന്ന ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. പഠിച്ചോളനെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നും നവാബ് മേക്കർ എന്നും അറിയപ്പെട്ടിരുന്ന ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. അപവാദ പ്രചാരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. അതും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. 1765 ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നും നവാബ് മേക്കർ എന്നും അറിയപ്പെടുന്ന ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപവാദ പ്രചാരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അതും റോബർട്ട് ക്ലൈവ് ആണ്. പഠിക്കുക. രണ്ടാമതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് വാറൻ ഹേസ്റ്റിങ്സ്. ആരാണ് വാറൻ ഹേസ്റ്റിങ്സ്? ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒത്തിരി പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള പോയിന്റ് ആണ് പറഞ്ഞത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ റോബർട്ട് ക്ലൈവ് ആരായിരുന്നു? അദ്ദേഹം ബംഗാളിലെ ഗവർണർ മാത്രമായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് ബംഗാളിലെ ഗവർണർ ജനറൽ ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാൾ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ്. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സും ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവുമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റിന് വിധേയനാക്കിയ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ക്യൂൻകിനിൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഠിച്ചോളനെ, ക്യൂൻകിനിൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സും ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? റോബർട്ട് ക്ലൈവുമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ക്യൂൻകിനൈൻ എന്ന ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്.
പഠിക്കുക. ചാൾസ് വിൽക്കിൻസന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജിമയ്ക്ക് ആമുഖം എഴുതിയതാരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഠിച്ചോളനെ, ചാൾസ് വിൽക്കിൻസന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജിമയ്ക്ക് ആമുഖം എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ റവന്യൂ ബോർഡ് നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ റവന്യൂ ബോർഡ് നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഠിച്ചോളനെ, റിംഗ് ഫെൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇസ്ലാമിക പഠനത്തിനായി കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഠിച്ചോളനെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇസ്ലാമിക പഠനത്തിനായി കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചാൾസ് വിൽക്കിൻസന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ റവന്യൂ ബോർഡ് നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇസ്ലാമിക പഠനത്തിനായി കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഠിക്കുക. മൂന്നാമതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കോൺവാലീസ് പ്രഭു. ആരാണ് കോൺവാലീസ് പ്രഭു? ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറൽ ആയ ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു. ബംഗാളില് 2 പ്രാവശ്യം ഗവർണർ ജനറൽ പദവി വഹിച്ചിട്ടുള്ള വ്യക്തിത്വം ഏകെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ കോൺവാലീസ് പ്രഭു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി കോൺവാലീസ് പ്രഭു. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി ആരാണ്? കോൺവാലീസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നും ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് കോൺവാലീസ് പ്രഭു ആണ്. പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നും ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കോൺവാലീസ് പ്രഭു ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറൽ ആയ ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നും ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. പഠിക്കുക. ഇന്ത്യയിൽ ജില്ലാ കോടതികളും ക്രിമിനൽ കോടതികളും സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. പഠിച്ചോളനെ, ഇന്ത്യയിൽ ജില്ലാ കോടതികളും ക്രിമിനൽ കോടതികളും സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. റവന്യൂ സംവിധാനത്തിൽ നിന്നും നീതിന്യായ സമ്പ്രദായത്തെ വേർതിരിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. ഇമ്പോർട്ടന്റ് ആണ്. റവന്യൂ സംവിധാനത്തിൽ നിന്നും നീതിന്യായ സമ്പ്രദായത്തെ വേർതിരിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. അതുപോലെ 1793 ബംഗാൾ, ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. കോൺവാലീസ് പ്രഭുവുമായി ബന്ധപ്പെട്ട് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. 1793 ബംഗാൾ, ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. 1791 ജൊനാഥൻ ഡങ്കൻ ബനാറസിൽ സംസ്കൃത കോളേജ് ആരംഭിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. 1791 ജൊനാഥൻ ഡങ്കൻ ബനാറസിൽ സംസ്കൃത കോളേജ് ആരംഭിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ജില്ലാ കോടതികളും ക്രിമിനൽ കോടതികളും സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലീസ് പ്രഭു ആണ്. റവന്യൂ സംവിധാനത്തിൽ നിന്നും നീതിന്യായ സംവിധാനത്തെ വേർതിരിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
കോൺവാലിസ് പ്രഭുവാണ്. 1793 ബംഗാൾ, ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവാലിസ് പ്രഭുവാണ്. 1791 ജൊനാഥൻ ഡങ്കൻ ബനാറസിൽ സംസ്കൃത കോളേജ് ആരംഭിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭുവാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സർ ജോൺ ഷോർ. അധികം സുഹൃത്തുക്കളെ കേൾക്കാൻ സാധ്യതയില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കുക. സർ ജോൺ ഷോർ ഇടപെടാതിരിക്കൽ നയം നടപ്പിലാക്കിയ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് സർ ജോൺ ഷോർ ആണ്. ഇടപെടാതിരിക്കൽ നയം നടപ്പിലാക്കിയ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർ ജോൺ ഷോർ ആണ്. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം സർ ജോൺ ഷോർ ആണ്. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് സർ ജോൺ ഷോർ ആണ്. ഖാർദ യുദ്ധം നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് സർ ജോൺ ഷോർ ആണ്. ഖാർദ യുദ്ധം നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർ ജോൺ ഷോർ ആണ്. പഠിക്കുക. അത്ര ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് അല്ല, PSC അങ്ങനെ ചോദിച്ചിട്ടുമില്ല, എന്നാലും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സർ ജോൺ ഷോറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടപെടാതിരിക്കൽ നയം നടപ്പിലാക്കിയ ബംഗാൾ ഗവർണർ ജനറൽ സർ ജോൺ ഷോർ ആണ്. 1793 ആദ്യത്തെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം സർ ജോൺ ഷോർ ആണ്. ഖാർദ യുദ്ധം നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വമാരാണ് സർ ജോൺ ഷോർ ആണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് റിച്ചാർഡ് വെല്ലസ്ലി. ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റ് ആണ്, പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1798 സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. പഠിക്കാതെ പോവല്ലേ, വർഷം സഹിതം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 1798 സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഈ സൈനിക സഹായ വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് കേട്ടോ ഇംഗ്ലീഷിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന്. PSC പണ്ട് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് രണ്ടും പഠിച്ചുകൊള്ളണം. അപ്പോൾ ഒന്നുകൂടി പറയാം, 1798 സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1802 ശിശുഹത്യ നിരോധിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1802 ശിശുഹത്യ നിരോധിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മദ്രാസ് റെസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഇപ്പോൾ ചോദിച്ചതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. മദ്രാസ് റെസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1799 നാലാം മൈസൂർ യുദ്ധം, 1803 മുതൽ 1805 വരെ നടന്ന ആംഗ്ലോ മറാത്ത യുദ്ധം എന്നീ സമയങ്ങളിലെ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. പഠിച്ചോളനെ, 1799 നാലാം മൈസൂർ യുദ്ധവും 1803 മുതൽ 1805 വരെ നടന്ന ആംഗ്ലോ മറാത്ത യുദ്ധം എന്നീ സമയങ്ങളിലെ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വമാരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കപ്പെട്ട സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കപ്പെട്ട സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1798 സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1802 ശിശുഹത്യ നിരോധിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മദ്രാസ് റെസിഡൻസി സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1799 നാലാം മൈസൂർ യുദ്ധം, 1803 മുതൽ 1805 വരെ നടന്ന ആംഗ്ലോ മറാത്ത യുദ്ധം എന്നീ സമയങ്ങളിലെ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കപ്പെട്ട സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്.
ആണ് പഠിക്കുക. അടുത്തതാണ് ജോർജ് ബാർലോ. 1805 മുതൽ 1807 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ജോർജ് ബാർലോ. 1806 വെല്ലൂർ ലഹള നടക്കുമ്പോൾ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോർജ് ബാർലോ ആയിരുന്നു. 1806 വെല്ലൂർ ലഹള നടക്കുമ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ അത് ജോർജ് ബാർലോ ആയിരുന്നു. 1807 ഇന്ത്യയിൽ അടിമത്ത വ്യാപാരം അവസാനിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ അത് ജോർജ് ബാർലോ ആണ്. ഇത് ചോദിച്ചിട്ടുണ്ടേ, പഠിച്ചോളനെ. 1807 ഇന്ത്യയിൽ അടിമത്ത വ്യാപാരം അവസാനിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ അത് ജോർജ് ബാർലോ ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആക്ടിംഗ് ഗവർണർ ജനറൽമാരിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിൽ തുടർന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് ബാർലോ ആണ്. കൺഫ്യൂഷൻ ആവണ്ട. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആക്റ്റീവ് ഗവർണർ ജനറൽമാരില് ഏറ്റവും കൂടുതൽ കാലം ഒരു ആക്റ്റീവ് ഗവർണർ ജനറൽ ആയിട്ട് പദവിയിലിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് ബാർലോയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജോർജ് ബാർലോയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 1806 വെല്ലൂർ ലഹള നടക്കുമ്പോൾ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് ബാർലോയാണ്. 1807 ഇന്ത്യയിൽ അടിമത്ത വ്യാപാരം അവസാനിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് ബാർലോയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആക്ടിംഗ് ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം ആ പദവി തുടർന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് ബാർലോയാണ്. പഠിക്കുക. നമ്മുടെ 7ാമത്തെ ഗവർണർ ജനറലാണ് മിന്റോ ഒന്നാമൻ. ആരാണ്? മിന്റോ പ്രഭു ഒന്നാമനാണ് കേട്ടോ. മിന്റോ പ്രഭു ഒന്നാമൻ. 1809 അമൃത്സർ സന്ധിയിൽ ഒപ്പുവെക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിന്റോ ഒന്നാമനാണ്. 1809 അമൃത്സർ സന്ധി ഒപ്പുവെക്കുമ്പോൾ സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു? മിന്റോ ഒന്നാമനായിരുന്നു. അമൃത്സർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ രാജ രഞ്ജിത് സിംഗ് ആണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണം. ഇതിന്റെ കൂടെ അമൃത്സർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് രാജ രഞ്ജിത് സിംഗ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഈ 2 പോയിന്റ് മാത്രമേ മിന്റോ ഒന്നാമനെ പറ്റി പഠിക്കേണ്ടതുള്ളൂ. ഒന്നുകൂടി പറയാം. 1809 അമൃത്സർ സന്ധിയിൽ ഒപ്പുവെക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് മിന്റോ ഒന്നാമനാണ്. അമൃത്സർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് രാജ രഞ്ജിത് സിംഗ് ആണ്. രാജ രഞ്ജിത് സിംഗ് ആണ്. പഠിക്കുക. 8ാമത്തതാണ് ഹേസ്റ്റിംഗ്സ് പ്രഭു. ഇവിടെ ശ്രദ്ധിച്ചോളണം. വാറൻ ഹേസ്റ്റിംഗ്സിനെ പറ്റി അല്ല പറയുന്നത്. ഇത് ഹേസ്റ്റിംഗ്സ് പ്രഭു ആണ്. ഇത് മറ്റൊരു വ്യക്തിയാണ്. ശ്രദ്ധിച്ചോളുക. വാറൻ ഹേസ്റ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കരുത് ഈ പോയിന്റ്സ്. പല ഉദ്യോഗാർത്ഥികൾക്കും തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. അപ്പൊ നമുക്ക് ഹേസ്റ്റിംഗ് പ്രഭുവെ പറ്റി പഠിക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. സാമന്ത ഏകകീയ നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. സാമന്ത ഏകകീയ നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. ഉത്തരേന്ത്യയിലെ കൊള്ള സംഘങ്ങളായ പിണ്ടാരികളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. ഉത്തരേന്ത്യൻ കൊള്ള സംഘങ്ങളായിട്ടുള്ള പിണ്ടാരികളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. നേപ്പാൾ കീഴടക്കിയ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. നേപ്പാള് കീഴടക്കിയ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹേസ്റ്റിംഗ് പ്രഭു ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മഹൽവാരി സമ്പ്രദായം ആരംഭിച്ച ബംഗാൾ ഗവർണർ ജനറൽ ഹേസ്റ്റിംഗ് പ്രഭു ആണ്. സാമന്ത ഏകകീയ നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. ഉത്തരേന്ത്യയിലെ കൊള്ള സംഘങ്ങളായ പിണ്ടാരികളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. നേപ്പാൾ കീഴടക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹേസ്റ്റിംഗ് പ്രഭു ആണ്. പഠിക്കുക. അടുത്തതാണ് വില്യം ബെന്റിക് പ്രഭു. നമുക്ക് എല്ലാവർക്കും അറിയാം വില്യം ബെന്റിക്കിനെ പറ്റി. വില്യം ബെന്റിക് പ്രഭു 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി അറിയപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ശ്രദ്ധിച്ചോളെ. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി അറിയപ്പെട്ടിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇതാണ് വ്യത്യാസം. ഒത്തിരി പേർക്ക് തെറ്റുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി അറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭു ആണ്. ഇതിനു മുമ്പ് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ്? ബംഗാളിലെ ഗവർണർ ജനറൽമാരെ പറ്റിയാണ് കേട്ടോ. ഉദാരമനസ്കനായ
ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം വില്യം ബെന്റിക് പ്രഭു ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരാണ്? അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരാണ് സുഹൃത്തുക്കളെ? അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി അറിയപ്പെട്ടിരുന്ന വ്യക്തിത്വം ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. അപ്പൊ വില്യം ബെന്റിക് പ്രഭുവിന് തൊട്ട് മുമ്പ് വരെയുള്ള വ്യക്തിത്വങ്ങളെല്ലാം ബംഗാളിന്റെ മാത്രം ഗവർണർ ജനറൽമാരായിരുന്നു. എന്നാൽ വില്യം ബെന്റിക് പ്രഭു വന്നതിന് ശേഷം 1833 ചാർട്ടർ ആക്ട് വരുന്നു. ഈ ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായ വ്യക്തിത്വമാരാണ്? അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭുവിനെയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. പഠിക്കുക. പേർഷ്യ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗികമാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. പേർഷ്യ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. PSC ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് പഠിക്കണം. 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. വില്യം ബെന്റിക് പ്രഭുവിന്റെ ആരാ സുഹൃത്തുക്കളെ സതി നിരോധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചൊരു മഹാനായിട്ടുള്ള നവോത്ഥാന നായകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അറിയാവുന്ന സുഹൃത്തുക്കളെന്ന് കമന്റ് ചെയ്യുക. അപ്പോ 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയിൽ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു ആണ്. 1835 ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. 1835 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. തഗ്ഗുകൾ എന്ന കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. തഗ്ഗുകൾ എന്ന കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. കറുപ്പ് കച്ചവടത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ് കേട്ടോ. കറുപ്പ് കച്ചവടത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പേർഷ്യ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണ്. 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു ആണ്. 1835 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. തഗ്ഗുകൾ എന്ന കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണ്. കറുപ്പ് കച്ചവടത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ചാൾസ് മെറ്റ്കാഫ്. ആരാണ്? ചാൾസ് മെറ്റ്കാഫ് പ്രഭു. 1835 ഗവർണർ ജനറലിന്റെ താൽക്കാലിക പദവി നിർവഹിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. പഠിച്ചോളനെ. 1835 ഗവർണർ ജനറലിന്റെ താൽക്കാലിക പദവി നിർവഹിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. അത് പഠിച്ചോളനെ. ഇന്ത്യയിലെ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ലിബറേഷൻ ഓഫ് പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ലിബറേറ്റർ ഓഫ് പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്.
ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. പഠിച്ചോളനെ, ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിത്വം ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1835 ഗവർണർ ജനറലിന്റെ താൽക്കാലിക പദവി നിർവഹിച്ച വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ് ആണ്. അതുകൊണ്ട് തന്നെ ലിബറേറ്റർ ഓഫ് പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ചാൾസ് മെറ്റ്കാഫ് ആണ്. അതുപോലെ ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിത്വമാരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. പഠിക്കുക. 11ാമതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നതാണ് ഓക്ക്ലാൻഡ് പ്രഭു. ആരാണ്? ഓക്ക്ലാൻഡ് പ്രഭു. അധികം സുഹൃത്തുക്കൾ കേട്ട് കാണൂല, എന്നാലും പഠിക്കുക. ഓക്ക്ലാൻഡ് പ്രഭു. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ഓക്ക്ലാൻഡ് പ്രഭുവിന്റെ കാലത്താണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ഓക്ക്ലാൻഡ് പ്രഭുവിന്റെ കാലത്താണ്. ഓക്ക്ലാൻഡിന്റെ വിഡിതം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഒന്നാം അഫ്ഗാൻ യുദ്ധമാണെന്ന് പഠിച്ചോളനെ. ഓക്ക്ലാൻഡിന്റെ വിഡിതം എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാണ്? ഒന്നാം അഫ്ഗാനി യുദ്ധമാണ്. സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്ക്ലാൻഡ് പ്രഭുവാണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഓക്ക്ലാൻഡ് പ്രഭുവാണ്. ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്ക്ലാൻഡ് പ്രഭുവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ഓക്ക്ലാൻഡ് പ്രഭുവിന്റെ കാലത്ത്. ഓക്ക്ലാൻഡിന്റെ വിഡിതം എന്നറിയപ്പെടുന്ന യുദ്ധം ഒന്നാം അഫ്ഗാനി യുദ്ധം. സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓക്ക്ലാൻഡ് പ്രഭുവാണ്. പഠിക്കുക. അടുത്തതാണ് എല്ലൻ ബറോ. ആരാണ്? എല്ലൻ ബറോ. സിന്ധ് മേഖലയിലെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് എല്ലൻ ബറോയാണ്. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചതും ഈ കഴിഞ്ഞൊരു എക്സാമിനും ചോദിച്ചിരുന്നു. സിന്ധ് മേഖലയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് എല്ലൻ ബറോയാണ്. 1843 അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലൻ ബറോയാണ്. 1843 അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലൻ ബറോയാണ്. ഈ 2 പോയിന്റും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഈ സിന്ധ് മേഖലയിലെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ ആരെന്ന് ഇപ്പൊ PSC അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. എല്ലൻ ബറോയാണ്. അതുപോലെ 1843 അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് എല്ലൻ ബറോയാണ്. പഠിക്കുക. അടുത്തതാണ് ഹാർഡിഞ്ചിങ് ഒന്നാമൻ. അടുത്തതാരാണ്? ഹാർഡിഞ്ചിങ് ഒന്നാമൻ. ലാഹോർ സന്ധിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. ലാഹോർ സന്ധിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാണ്? ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. ഗോത്രവർഗ്ഗക്കാരായ ഹോണ്ടുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അവസാനിപ്പിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ് കേട്ടോ. ഗോത്രവർഗ്ഗക്കാരായ ഹോണ്ടുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അവസാനിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. നെപ്പോളിക് യുദ്ധ സമയത്ത് ഒരു കൈ നഷ്ടമായതിനു ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറലായ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. നെപ്പോളിക് യുദ്ധത്തിലെ ഒരു കൈ നഷ്ടമായതിനു ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറലായ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. 1846 ഒഡീഷയിൽ നടന്ന ഹോണ്ടു കലാപ സമയത്ത് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. 1846 ഒഡീഷയിൽ നടന്ന ഹോണ്ട് കലാപ സമയത്ത് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ലാഹോർ സന്ധിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിത്വം ചോദിച്ചാൽ ഹാർഡിഞ്ചിങ് ഒന്നാമൻ. ഗോത്രവർഗ്ഗക്കാരായ ഹോണ്ടുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അവസാനിപ്പിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. നെപ്പോളിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടമായതിനു ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറലായ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. അതുപോലെ 1846 ഒഡീഷയിൽ നടന്ന ഹോണ്ടു കലാപ സമയത്ത് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ചിങ് ഒന്നാമനാണ്. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള വ്യക്തിത്വത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡൽഹൌസി പ്രഭു. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയിട്ട് ഒരു ഗവർണർ ജനറലിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൽഹൌസി പ്രഭുവിനെ പറ്റിയാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പഠിക്കാം ഡൽഹൌസി പ്രഭുവിനെ പറ്റി. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. 1853 ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ്. 1853 ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. 1853 ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. 1853
ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയിട്ട് ഡിഗ്രി വരെയുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വേണോ ചോദിക്കാം. അതുകൊണ്ട് ഒന്നുകൂടി സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. 1853 ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആണ്. 1853 ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. പഠിക്കുക. ആധുനിക തപാൽ സംവിധാനത്തിന്റെയും ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. ആധുനിക തപാൽ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതുപോലെ ടെലിഗ്രാഫ് ഇന്ത്യയിൽ കൊണ്ടുവന്നതും ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. നമ്മുടെ ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. ഈ പോയിന്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളണേ. നമ്മുടെ 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. വീണ്ടും പറയുന്നു, 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. 1854 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് ഓഫ് എഡ്യൂക്കേഷൻ നിർമ്മിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഡൽഹൌസി പ്രഭു ആണ്. ഇത് രണ്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1854 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് ഓഫ് എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ആധുനിക തപാൽ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. ടെലിഗ്രാഫ് എന്നിവ കൊണ്ടുവന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്തെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവിന്റെ ഭരണകാലത്താണ്. അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. 1854 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് ഓഫ് എഡ്യൂക്കേഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ്? അത് ഡൽഹൌസി പ്രഭു ആണ്. പഠിക്കുക. ഇനി ഡൽഹൌസി പ്രഭുവിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡൽഹൌസി പ്രഭുവും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങളും. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ ടെലിഗ്രാഫിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ ടെലിഗ്രാഫിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് ഡൽഹൌസി പ്രഭു ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചു വെച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ ടെലിഗ്രാഫിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ സഭാ സംവിധാനത്തിന്റെ പിതാവ് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യൻ ഗവർണർ ജനറൽമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പഠിച്ചത്. ഇവയെ പല പോയിന്റ്സും PSC ഒത്തിരി തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.